ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വാഷ് ചെയ്ത ശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 4 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരി അരയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും ഇതും സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 4 hours ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പച്ചരിയെല്ലാം നന്നായി തന്നെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായി തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. പച്ചരി ഇപ്പോൾ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ഈസ്റ്റും കൂടെ സോക്ക് ചെയ്ത് വെച്ചതാണ്, അത് ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് അല്പം കൂടെ വെള്ളം ചേർത്ത് നന്നായി തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒട്ടും തന്നെ കൂടിപ്പോകരുത്. ഇപ്പോൾ ഇത്രയും വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് അരയ്ക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഫൈനായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ബാറ്റർ തരികളൊന്നും ഇല്ലാതെ ഫൈനായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ഇത് നന്നായി പൊളിച്ച് വന്നിട്ടുണ്ടാവും. 6 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതിലോട്ട് ഈ സമയം 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പശുവിൻ പാലോ തേങ്ങാപ്പാലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൻ വെച്ച് അല്പം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം തേങ്ങ കൊത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വട്ടയപ്പത്തിൽ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തും മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയം മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും മുന്തിരിയും ഇതിലോട്ട് ഈ സമയം കുറച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാറ്ററി പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം നന്നായി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ ആദ്യം അല്പം ഗീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ വട്ടയപ്പത്തിന് നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ബാറ്റർ ഇപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്ററിൽ 2 വട്ടയപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് തേങ്ങാക്കൊത്തും കിസ്മിസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. വട്ടയപ്പം ഇപ്പോൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് 15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മൂടി വെച്ച് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോയെന്ന് ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്കിനെസ് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷം നമുക്കിത് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. വട്ടയപ്പം ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി പ്ലേറ്റിൽ നിന്നൊന്ന് മാറ്റാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിൽ വട്ടയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു.